ചിന്തയുമായി പുരോഹിതന്മാർ കടന്നു വരുമ്പോൾ അവർ ആദ്യം ചെയ്തത് നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ വെച്ചു കെട്ടുക എന്നതാണ്. അതെന്താണ്? മുസ്ലിം സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ, ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് നടത്തേണ്ട വിളിയും പ്രാർത്ഥനയും തേട്ടവും ഒക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താമെന്ന് പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഏത് വഹാബി പുരോഹിതന്മാരും തൗഹീദി പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസം എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ വഹാബ് സഖാഫി പറഞ്ഞ ആ ഒരു കാര്യം അത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ എന്നുള്ളതാണ് ഇവിടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ മുൻപൊരു പ്രാവശ്യം ചെയ്തതാണ്. എങ്കിലും ഇന്നത്തെ സാഹചര്യം വളരെ മോശമായ രീതിയിലേക്ക് ഈ വിഭാഗം ദഅവത്ത് നടത്തുന്ന, സത്യം വിളിച്ചു പറയുന്ന ആളുകളെ കൈകാര്യം ചെയ്യും എന്ന തരത്തിലുള്ള ഭീഷണി പോലും ഇളക്കിവിടുന്ന അല്ലെങ്കിൽ അഴിച്ചുവിടുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവർക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അടിസ്ഥാനരഹിതമാണോ? ഇവിടെ അദ്ദേഹം പറയുന്നത് കവലകൾ തോറും തൗഹീദ് പറയുന്ന ദാഇമാര്, പ്രബോധകര്, അവർ പറയുന്ന കാര്യം അത് മുസ്ലിം സമുദായത്തിനെതിരെ വെച്ചുകെട്ടുകയാണ്, പിഴച്ച വാദം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിങ്ങൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ഒരു വിഭാഗം അവർ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് തെളിവ് സഹിതം ഇന്നിവിടെ നിരത്തുന്നുണ്ട്. കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ് കാണിക്കുവാനുള്ളത്. എത്രത്തോളം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം നമുക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ഹക്കീം അസ്അരി പറയുന്ന, അബ്ദുൽ ഹക്കീം അസ്അരി പറയുന്ന ആ ഒരു വാക്ക് ഒന്ന് കേൾക്കാം. നിങ്ങൾ കേട്ടതായിരിക്കാം, അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. ഇതിൽ കുറച്ചധികം ക്ലിപ്പുകൾ കാണിക്കുന്നുണ്ട്. മോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. വഹാബ് സഖാഫി നേരെ വണ്ടി കയറിക്കോളി കാന്തപുരത്തേക്ക്. എന്നിട്ട് നിങ്ങളുടെ ഉസ്താദായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്അരിയോട് ചോദിക്കുക, നമ്മൾ മുസ്ലിങ്ങളല്ലേ, നമ്മൾ അള്ളാഹിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കേണ്ടത്, എന്തിനാണ് നിങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കണം. എന്നിട്ട് വഹാബികൾ, മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, അതുപോലെ ദായിമാര്, ദഅവത്ത് നടത്തുന്ന, തൗഹീദ് പറയുന്ന ആളുകൾ, അവർ നിങ്ങളെക്കുറിച്ച് കള്ളം പറയുകയാണോ എന്നുള്ളത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ തിരുത്തണം. നിങ്ങളുടെ ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാരുടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകനാണ് പറയുന്നത് ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന്. ഇതാരെ നിങ്ങളെ പഠിപ്പിച്ച്? ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനാണോ ബദരീങ്ങളുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്നുകൊണ്ട് പഠിപ്പിച്ചത്? ആണോ? പരിശുദ്ധ ഖുർആനിൽ ഒരായത്തെങ്കിലും നിങ്ങൾക്ക് തെളിവ് തരാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളുണ്ട്, ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അര ഹദീസ് നിങ്ങൾക്ക് തെളിവ് തരാൻ കഴിയുമോ? അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പഠിപ്പിക്കുന്ന ഏതെങ്കിലും ആയത്തോ ഹദീസോ പണ്ഡിതോദ്ധരണികളോ ഏതെങ്കിലും റംലി ഇമാം എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള അതല്ല. അപ്പോൾ ഒന്ന് കാണിച്ചു. ഇനി അടുത്തത് കാണാം നമുക്ക്. അടുത്തത് മറ്റാരുമല്ല, കൂറ്റമ്പാറ അബൂബക്കർ ദാരിമിയാണ്. കേട്ടോ നിങ്ങൾ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ, അവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് എത്തിയിട്ട് ഇമാം ഷാഫി തങ്ങളെ കാൽക്കൽ വെച്ചുകൊണ്ട് യാസീൻ ഇങ്ങനെ ഓതിയിട്ട് നേരിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളെ വിളിച്ചുകൊണ്ട്, മഹാനവർകളെ, ഇവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന മസ്അല പ്രകാരം
എന്റെ നാട്ടിലെ ജനങ്ങളുടെ നിസ്കാരം, എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയ്യത്ത് നിസ്കാരം, അവരുടെ പെരുന്നാൾ നിസ്കാരം, അവരുടെ നിക്കാഹ്, അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും അത് ശാഫിഈ ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നുണ്ട്. ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാൽക്കലും പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ഉസ്താദ് അവർക്ക് അല്ലാഹു തൗഫീഖ് കൊടുത്തില്ലേ? അപ്പോ വഹാബ് സഖാഫി, നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഈ കൂറ്റമ്പാറ എന്ന് പറയുന്ന ദാരിമി എന്ന് അവകാശപ്പെടുന്ന ഈ മുസ്ലിയാരുടെ അടുത്തേക്ക് വണ്ടി കയറിക്കോളിയും. എന്നിട്ട് ചോദിക്കണം, ഇങ്ങനെ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ? പൊരുത്തം ചോദിക്കാൻ ഒരു മരിച്ച മനുഷ്യനോട്, അത് എത്ര വലിയ ശുചായി ആവട്ടെ, ആ മരിച്ച മനുഷ്യനോട് പൊരുത്തം തേടാൻ ഏത് കിതാബിലാണ് പഠിപ്പിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലുണ്ടോ, അതോ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടോ, അതോ ഏതെങ്കിലും ഇമാമ്? ഇപ്പം ഈ പറഞ്ഞ ഈ 4 ഇമാമുമാർ എന്ന് പറഞ്ഞല്ലോ, ഈ 4 ഇമാമുമാരിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് രണ്ടാൾക്കും കൂടി വിസ എടുത്തിട്ട് പോകാം. എന്നിട്ട് ഷാഫി ഇമാമിൻ്റെയും അതുപോലെ തന്നെ ഇമാം അബു ഹനീഫ റഹിമഉല്ലാൻ്റെയും അതുപോലെ മാലിക് ഇമാമിൻ്റെയും അതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ലാൻ്റെയൊക്കെ കാലിക്കൽ പോയിട്ടും തലൻ്റെ അവിടെ പോയിട്ടും നടുവിൽ പോയിട്ടും നമുക്ക് ഓലോട് വിളിച്ച് പ്രാർത്ഥിക്കാം. ഓല് പറഞ്ഞു എന്തെങ്കിലും വേണ്ടേ? പിന്നെ ഇവിടെ നിക്കാഹ് നടത്താൻ, പെരുന്നാൾ നിസ്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂറ്റമ്പാറ ദാരിമി പറയുന്നുണ്ട്. നിക്കാഹ് നടത്താൻ, അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്, മറ്റേത് നമസ്കാരങ്ങളാണെങ്കിലും ഫർള് നമസ്കാരങ്ങളുണ്ടല്ലോ, അതുപോലെ ജുമാ നമസ്കാരം ഉണ്ടല്ലോ, എല്ലാ നമസ്കാരം ദീനിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പഠിപ്പിച്ച് തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത്. അതൊരു മദ്ഹബിന്റെ ഇമാമ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്. മദ്ഹബിന്റെ ഇമാമുമാരെ ആ ഹദീസുകൾ അടിസ്ഥാനമാക്കിയിട്ട് അത് നിരൂപണം ചെയ്തിട്ടുണ്ടാവാം, അത് നമുക്ക് പഠന വിഷയമായി നൽകിയിട്ടുണ്ടാവാം. എന്നാൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹായ ഹദീസാണ്. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധാരണ വരും. ഇവിടെ 4 ഇമാമുമാരുടെ കാലിൻ്റെ ഓടിലും പോയി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹിമഉല്ലാന്റെ മദ്ഹബ് പ്രകാരം, മദ്ഹബ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ്, ആ മദ്ഹബ് പ്രകാരം അല്ലെങ്കിൽ അഭിപ്രായ പ്രകാരം ഭാര്യയെ തൊട്ടാൽ ഒളു മുറിയില്ല. ഭാര്യയെ തൊട്ടാൽ എന്ന് മാത്രമല്ല, ഏതെങ്കിലും സ്ത്രീ അറിയാതെ നമ്മളുടെ ശരീരത്തിലൊന്ന് ശരീരം തട്ടിയാൽ ഒളു മുറിയില്ല. അത് നിങ്ങൾ സ്വീകരിക്കുമോ? അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ മദ്ഹബ് പക്ഷപാതിത്വം ഒക്കെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്താണ്, വീണ്ടും ചർച്ച ചെയ്തു പോകുന്നില്ല. ഇനി അടുത്ത ആള്. അപ്പം ഇവിടെ മരിച്ചവനോട് വിളിച്ച് തേടിയിട്ടുണ്ട്, പൊരുത്തം തേടിയിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതന്നെ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം. ഇനി അടുത്തത് കേട്ടോളി നിങ്ങൾ. ഇത് മുസ്ലിങ്ങൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. ഒരു മുജാഹിദിനും ഒരു സലഫി പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കും സംശയം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളിൽ പല ആളുകളും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കേട്ടോളി നിങ്ങൾ. ഔറംഗസീബിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മൂപ്പര് സിയാറത്തിന് വന്നപ്പോ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ, അയാൾ കണ്ണ് കാണുന്നില്ല. ഉടനെ ഔറംഗസീബിന്റെ പ്രസ്താവന വന്നു, ഖാജയുടെ മുന്നിൽ ചെന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലമായി വരുന്ന അപ്പോഴൊക്കെയും നീ കണ്ണ് കാണാതെ ഇരിക്കുകയാണ്. ഞാൻ ഈ വരവ് തിരിച്ചുണ്ട് കാണാതെ ഇവിടെ ഇരുന്നാൽ നിന്റെ തല വെട്ടിക്കളെ. നീ ഖാജയോട് ചോദിച്ച് കണ്ട കാഴ്ച തിരിച്ചു വാങ്ങണം. അപ്പയാണ് അയാളെ മനസ്സിക്ക് പേടി കുടുങ്ങിയത്. അദ്ദേഹത്തിന്റെ ബേജാറ് രാജാവല്ലേ പറഞ്ഞ് തലവെട്ടുമെന്ന്. അദ്ദേഹം അങ്ങ് വിളിച്ചു, ഖാജാ, എന്റെ കണ്ണിന് കാഴ്ച തന്നില്ലെങ്കിൽ ഈ രാജാവിന്റെ തല വെട്ടിക്കളയും, നിൽക്കാൻ കഴിയില്ല. അയാളെ ബേജാറിന്റെ വിളി കൊണ്ട് തിരിച്ചു വരുമ്പോ ഔറംഗസീബിന് കാണേണ്ടി വന്നത് കാഴ്ചയുള്ള കണ്ണുമായി ആ മനുഷ്യനെയായി. ഇത് ഖാജയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഖാജയെ വിളിക്കും പോലെ വിളിച്ചാൽ, കാണും പോലെ കാണാൻ. പ്രിയപ്പെട്ടവരെ, ഖാജയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഖുൽ ഹുവല്ലാഹ് സൂറത്തുകൾ വർദ്ധിപ്പിക്കലാണ്. മനസ്സിലായില്ലേ? ഖുൽ ഹുവല്ലാഹ് സൂറത്ത് എന്ന് അവർക്ക് അറിയുള്ളൂ. സൂറത്ത് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ കൗമിനെ അറിയില്ല. അതന്നെ. എന്തായാലും ഖുൽ ഹുവല്ലാഹ് സൂറത്ത് എന്നാണ് അയാൾ പറഞ്ഞത്. സൂറത്ത് ഇഖ്ലാസ് പൂർണ്ണമായിട്ടും തൗഹീദാണ്, അള്ളാഹുവിനെ മാത്രമാക്കലാണ്. എന്നാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഖാജാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളാൻ പഠിപ്പിക്കുകയാണ്. ഖാജയാണോ കണ്ണിന് കാഴ്ച നൽകുക? കണ്ണിന് കാഴ്ചയില്ലാത്തവർ പോയിട്ട് ഹസൻ സഞ്ചർ എന്ന് പറയുന്ന മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ഷിയ നേതാവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്? അത് ഷിർക്കല്ലേ? ഈ മോലിയർ, ഈ തലീകെട്ടും കെട്ടി നടക്കുന്ന ഈ മോലിയർക്ക് ഇത്രയും കിതാബ് ഓതിയിട്ട് അത് ഷിർക്കാണെന്ന് അറിയില്ലേ? വഹാബെ, താങ്കൾക്കറിയില്ലേ? അല്ലേ? താങ്കൾ മുക്കിയും മുറണ്ടും കുറേ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, പിഴച്ച വാദങ്ങൾ പ്രചരിപ്പിക്കാറുണ്ടല്ലോ. അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഷിർക്കാണെന്ന് അറിയില്ലേ വഹാബെ? അല്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല, ഇതൊന്നും വിശദീകരിച്ച് പോകുന്നില്ല.
അടുത്തത് UK മജീദ് മുസ്ലിയാരാണ്. AP വിഭാഗത്തിന്റെ വലിയ കൊണാണ്ടറാണ്. കേട്ടോ കാണി. വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ്. മുസ്ലിംസിലാർ പറയാണ്, ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാൽ എന്ന് പൂതി വെച്ച് ഇനി ഞാനിവിടാ ഏതായാലും എത്തൂല. ഇത് ഹറമിൽ എൻ്റെ എത്തൽ ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് പൂതി വെച്ച് നോക്കി, കഴിഞ്ഞില്ല, കഴിയാത്ത അവസ്ഥയാണ്. അത്രയും തിക്കും തിരക്കുമാണ്. മുസ്ലിംസിലാർ പ്രായമുള്ള ആളുമല്ലേ. അപ്പം മുസ്ലിംസിലാർ പറയാണ്, ഷെയ്ഖുനായ ഒന്ന് വിളിച്ചു നോക്കാം, ഷെയ്ഖുനായ ഒന്ന് വിളിച്ചു നോക്കാം. മൂസ മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എൻ്റെ അവസ്ഥ അവിടെ അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മൊത്താൻ ഏതായാലും കഴിയില്ല, ഇഞ്ചിൻ്റെ അവസാനത്തെ വരുത്താത്. ഇനി ഞാൻ ഹറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്കൊരൊറ്റ വിളി 11 ഫാത്തിഹ ഓതി. പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ഷെയ്ഖുനെന്നാ ഇങ്ങനത്തെ സൗറാവില്ലാത്ര, അത് വേറെ കാര്യം. പെട്ടെന്നൊരാളെന്നാണ് ഇത് ഷെയ്ഖുനെന്നാ ഇങ്ങനത്തെ സൗറാവില്ലാത്ര, അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മോടിയിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോൾ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസ മുസ്ലിയാർ പറഞ്ഞ ഇതത്ര ആകോ എന്നൊരു ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോന്നാ, ഇതിൻ്റെ അപ്പുറാവും. അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ഷെയ്ഖുന നേടിയെടുത്തത്. ഓലക്കട മൂടാണ്. മജീദേ, എന്ത് ജാതി നോണയാണ് ഈ പറയണത്? ഞാൻ ഹജറുൽ അസ്വദ് അത് തൊട്ടുമുത്തുകയും ചെയ്തിട്ടുണ്ട്, എൻ്റെ ചുണ്ടുകൊണ്ട് മുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു CM വിളിച്ചിട്ടില്ല. തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അള്ളാഹു ഉദ്ദേശിച്ച അത്ര തിരക്കുണ്ടെങ്കിലും അവിടെ എത്താൻ കഴിയും. അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തിരക്കുള്ള സമയത്തും നടന്നിട്ടുണ്ട്, തിരക്കില്ലാത്ത സമയത്തും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ CM ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഒരു ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല, ഒരു തേങ്ങാക്കൊലയും ചെയ്യാൻ പറ്റില്ല. വെറുതെ ഈ സാധു ജനങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പുളു അടിച്ചിട്ട് അല്ലേ, എന്തിനാണ് ചെങ്ങായിയെ ഇങ്ങനെ മലക്കുകൾക്ക് അല്ലേ പണിയുണ്ടാക്കി കൊടുക്കുന്നത്? ഇത് എന്താണ് വഹാബെ? ഇത് കേൾക്കുന്ന വഹാബെ, താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾ പോവുക UK മജീദ് മുസ്ലിയാരോട് ചോദിക്കുക, ഏത് കരിമ്പുള്ളുകാരനാണ് ഈ തരത്തിലുള്ള നുണ പറഞ്ഞത്? ഇങ്ങനെ ഈ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ? വഹാബിൻ്റെയൊക്കെ വിശ്വാസവും അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കുന്നതും ഇതൊക്കെ പ്രചരിപ്പിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഇനി പറയരുത് നിങ്ങളെ പേരിൽ ശിർക്കാരോപണം നടത്തുകയാണെന്നുള്ളത്. നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. മുസ്ലിങ്ങൾ അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളൂ, എന്നാൽ നിങ്ങൾ പാലോലിയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന തെളിവാണ് UK മജീദ് മുസ്ലിയാരുടെ കഴിഞ്ഞു. ഇനി അടുത്തത് പകരയാണ്. പകര എന്താ പറയുന്നത് നോക്കാം, നമുക്ക് കേട്ടോളി. ബഹുമാനപ്പെട്ട ശൈഖുനാക്കൾ അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ഷെയ്ഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഷെയ്ഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷെയ്ഖുന വാക്ക് പറയാനേ ഇല്ല. ഷെയ്ഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കുന്നു, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ഒരു ദർസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ, ആ വീട്ടുകാരനാന്ന് പറയാം, 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി, എന്നിട്ട് ഇനി ഡോക്ടർമാരായിട്ട് ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ടൈമും തെറ്റി, അത് അക്കാലവും കഴിഞ്ഞ് അതും കുറെ കാലം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ CM എത്തിച്ച അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം. ഇത് കിഡ്നി നഷ്ടപ്പെട്ട് 2ന്റെ പ്രവർത്തനം 100% നിലച്ച് പിന്നെ ഡയാലിസിസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ശുദ്ധിയാക്കുന്ന
പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അത് നടക്കാതെ വരുമ്പോൾ ഈമാന്റെ അത് വേണ്ട, ഞങ്ങൾ മാറ്റിയിരിക്കുന്നു. മാറുകയാണ്. വെറും ഒരു ലഭ്യമല്ലാതെ അതൊരു അധികാരം തന്നെയാണ്. അധികാരമല്ല, ഒലക്കട മൂടാണ്. നേരത്തെ പറഞ്ഞ തന്നെ എവിടെയും പറയാനുള്ളത്. ഞാനത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗം മാറ്റുന്നവൻ, ശിഫ നൽകുന്നവൻ അല്ലല്ലേ? അപ്പോൾ ചിറ്റടിമേത്തൽ അബൂബക്കർ ആരാ? അല്ലേ? എന്ത് നോണയാണ് രണ്ട് തലയും നിറച്ച പകരെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണെന്നുള്ളത്. ഈ അതിന് മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധു നീച്ചെന്ന് എഴുന്നേറ്റ് എന്ന് ചോദിക്കണം. ഇവിടെ നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കൈകാര്യം ചെയ്യും, കൊല്ലും, നിങ്ങൾ വടിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞതിന് ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കണം. ഇവരോടൊക്കെ ഇതേ പറയാൻ പറ്റുള്ളൂ. അവർ കൊല്ലുകയാണെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് ദഅവത്ത് നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട്, സത്യം പറഞ്ഞതിൻ്റെ ഭാഗമായിക്കൊണ്ട്, പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അത് പറഞ്ഞതിൻ്റെ ഭാഗമായിക്കൊണ്ട് സൂറത്ത് യാസീനിലെ സാഹിബ് യാസീൻ ഹബീബ് നജ്ജാറിനെ ആ ജനത ക്രൂരമായിട്ട് വധിച്ചു കളഞ്ഞു. എന്തിനാണ്? സത്യം പറഞ്ഞവരെ സപ്പോർട്ട് ചെയ്തതിനാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഞാനത് മാറ്റിയിരിക്കുന്നു എന്ന്. ആര്? ചിറ്റടിമേത്തൽ അബൂബക്കർ. ഓലക്കട മൂടാണ്. അടുത്ത കള്ളക്കഥക്കാരൻ എന്താ പറയണത് നോക്കാം നമുക്ക്. അടുത്തത് പാട്ടാണ്. പാട്ട് എന്ന് പറഞ്ഞാൽ വെറും പാട്ടല്ല. പാട്ടിൽ ഏത് നമ്മളെ സമദ് സക്കാഫിയുടെ ആ സംഭവം പാടിയവൻ തന്നെയാണ്. പാട്ട് പാടിയിട്ട് എന്താ പറയണത്? ദുആ ചെയ്യാണ്. പാട്ടിലൂടെ ദുആ. കേട്ടോ കാണിങ്ങൾ. കരയുന്ന ഞങ്ങളെ കാണുന്ന തങ്ങളല്ലേ, കഥനങ്ങൾ തീർക്കുന്ന ജിഫ്രിയോറങ്ങല്ലേ, ഇടറുന്ന നേരത്ത് തുണയാകും അങ്ങല്ലേ, ഇക്കാണും മജ്‌ലിസിൽ കാവൽ നൽകുകില്ലേ, സിക്കെ പാറയിൽ പൂത്തമലരെ മുഹമ്മദ് ജിഫ്രിയോരെ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ, അങ്ങിൻ തുണ നൽകിടണേ, സിക്കെ പാറയിൽ പൂത്തമലരാ സയ്യിദേ ജിഫ്രിയോരെ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ, അർഹത ഇവർക്കില്ല സയ്യിദോരേ തങ്ങളോരേ, എങ്കിലും ഈ ഖൽബിലേക്കൊരു നോട്ടം നൽകിടണേ, നോട്ടം നൽകിടണേ. ഏതോ ഒരു ജിഫ്രി തങ്ങളോട്, ഏതോ ഒരു ജിഫ്രിനോട് ഇവിടെ കാവൽ ചോദിക്കുകയാണ്. കാവൽ നൽകുക ആരാണ്? ഇവിടെ പൊറുത്ത് നൽകുക ആരാണ്? രോഗം ശിഫയാക്കുക ആരാണ്? ഇതെല്ലാം പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പറയുന്നു അള്ളാഹു ആണ് എന്നുള്ളത്. ഇവരെ ഏത് ജിഫ്രിക്കും ഒരു തേങ്ങാക്കൊല്ലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങി അവിടെ നിന്നുണ്ട് ഇതുവരെയും പറയുന്നത്. ഇനി കുരുവട്ടൂരികളതിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുമൊന്നും വേണ്ട. കുരുവട്ടൂരികളും പാട്ടിലും മുടുക്കന്മാരാണ്. പാടി തേടുക, പാട്ടിലൂടെ പ്രാർത്ഥിക്കുക, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, പച്ച ശിർക്ക് ചെയ്യുക. കേട്ടോ നിങ്ങൾ നോക്കണം ഞങ്ങളെ ശൈഖോരെ, നല്ല കാക്കും. നോക്കണം ഞങ്ങളെ മടവൂരെ, തുറിച്ചു നോക്കും. ഞങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ, കാക്കണം ഞങ്ങളെ ശൈഖോരെ, കാക്കും. നോക്കണം ഞങ്ങളെ മടവൂരെ, പിന്നെ ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. എന്താ നീട്ടല്! ആ നീട്ടല്, ആ ഇഖ്ലാസൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്ലോ അല്ലേ. എന്നാൽ പച്ച ശിർക്കാണ് പറയുന്നത്. മരിച്ച് മണ്ണിൻ്റെ അടിയിൽ പോയി, മൂടലിൻ്റെ അടിയിൽ പോയി കിടക്കുന്ന, അവിടെ ബാക്കിയുണ്ടാവൂല. ആ അവസ്ഥയിലുള്ള CM മടവൂരിനോട് കാക്കണം ഞങ്ങളുടെ മടവൂരേ, നോക്കണം ഞങ്ങളെ മടവൂരേ എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാതിരി ജഹാലത്താണ് ഇവർ ഈ പാവം ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുള്ള സഹോദരന്മാരെ, ഇവിടെ പല ആളുകളും പറയാറുണ്ട് CM മടവൂർ പാവം, അതിന് പീരാന്തായിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ.
ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനെ നമ്മളെ തിരുത്താൻ വരുന്ന നിങ്ങൾ ഈ മുസ്ലിയാക്കന്മാരെ പോയി തിരുത്തുന്നില്ല? ഈ മുസ്ലിയാക്കന്മാർ പൊതുസ്ഥലത്ത് വേദി കെട്ടിയിട്ട് ഇതുപോലെ പച്ച നുണ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പോയി തടയുന്നില്ല? അത് തടയാൻ ആംബിയറില്ലാത്ത ആളുകൾ CM മടവൂരിൻ്റെ നിരപരാധിത്വം പറയാൻ വരണ്ട. CM മടവൂരി എന്ന് പറയുന്ന ചിറ്റടിമേത്തിൽ അബൂബക്കറിനെ പൊക്കി താങ്ങിക്കൊണ്ടാണ് ഇവർ വരുന്നത്. ഈ മുസ്ലിയാക്കന്മാര് അത് നിർത്താത്ത കാലത്തോളം നമുക്ക് തുറന്നു പറഞ്ഞേ പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹദാനിയത്ത് ഇവിടെ പറഞ്ഞേ പറ്റൂ, ഏകത്വം ഇവിടെ പറഞ്ഞേ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ചു പോയി, അത് മുറുകെ പിടിച്ചേ പറ്റൂ, അത് വിളിച്ച് പറഞ്ഞേ പറ്റൂ, അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുമോ? അപ്പോൾ CM മടവൂര് സാധുവായിരുന്നു വെച്ചെങ്കിൽ CM മടവൂരിൻ്റെ പേരിൽ ഈ പറയുന്ന ആളുകളെ പോയിട്ട് നിങ്ങൾ തടയുക, നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വീണ്ടും പറയുന്നു, മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് കുരുപൊട്ടി ഒലിക്കല് താങ്ങാൻ വയ്യെങ്കിൽ നിങ്ങൾ മടാളോ കത്തിയോ കൈക്കോട്ടോ മമ്മട്ടിയോ പിക്കാസോ എന്താണെങ്കിൽ എടുത്തിട്ട് വന്നോളൂ. കൊല്ലാന് വരികയാണെന്നുണ്ടെങ്കിൽ മരിക്കാന് താൻ തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ ചിലപ്പോൾ എൻ്റെ കൈകൊണ്ട് നിങ്ങളും മരിക്കാൻ തയ്യാറാവേണ്ടി വരും എന്നുള്ള ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.